നരബലി കൊണ്ട് കുരുതിയാടുന്ന രുദിതകാളിതൻ പുരാണഭൂമിയിൽ പരദേശത്തു നിന്നൊരു പിറാവ് പോൽ പറന്നു വന്നതാം പരമസ്നേഹമേ. മദർ തെരേസയെക്കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1929 പരദേശമായ അൽബേനിയയിൽ നിന്നും മഹാകാരുണ്യത്തിന്റെ പിറാവ് പോലെ മദർ തെരേസ ഇന്ത്യയിലെത്തിയത്. അന്നവൾ 18കാരിയായ സിസ്റ്റർ ആഗ്നസ് മാത്രമാണ്. 400 വർഷം മുമ്പ് ജീവിച്ച തെരേസ പുണ്യവതിയുടെ നാമവും സഭാവസ്ത്രവും ധരിച്ച് ആഗ്നസ് മദർ തെരേസയായത് പതിറ്റാണ്ടുകളുടെ കണ്ണീരും ദുരിതവും കടന്നുവന്ന ശേഷമാണ്. 40കളിലെ കൽക്കത്തയുടെ തെരുവുകളും പ്രാന്തപ്രദേശങ്ങളും അതിർത്തി ഗ്രാമങ്ങളും യുദ്ധവും ക്ഷാമവും പട്ടിണിയും വിഭജനവും വർഗീയ ലഹളകളും അന്തമില്ലാത്ത പലായനങ്ങളും നിറഞ്ഞ ഒരു പ്രത്യേക ലോകമായിരുന്നു. അതുകൊണ്ടുതന്നെ തന്റെ ജീവിതം ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ലെന്ന് മദർ വിശ്വസിച്ചു. മദറിന്റെ സ്നേഹശക്തിക്ക് മുന്നിൽ സഭയ്ക്കും കീഴടങ്ങേണ്ടി വന്നു. അവരുടെ തെരുവുകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ നിർബന്ധിതരായി. മിഷണറീസ് ഓഫ് ചാരിറ്റി, നിർമ്മല ശിശുഭവൻ, നിർമ്മൽ ഹൃദയഭവനങ്ങൾ എന്നിങ്ങനെ കാരുണ്യ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. കൽക്കത്തയിൽ മാത്രമല്ല 80ഓളം രാജ്യങ്ങളിൽ മദറിന്റെ കാരുണ്യ സാമ്രാജ്യം പരന്നു കിടന്നു. മനുഷ്യദുരിതങ്ങൾ പെരുകുന്ന എവിടെയും പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന മാലാഖയായി മദർ പ്രത്യക്ഷപ്പെട്ടു. 90കളിലെ എയ്ഡ്സ് രോഗഭീതിയിൽ രോഗത്തിന്റെ ഇരകളെ സമൂഹവും സ്ഥാപനങ്ങളും തിരസ്കരിച്ചപ്പോൾ സ്നേഹസേവന ദൗത്യവുമായി ആദ്യം പറന്നെത്തിയത് മദറാണ്. ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കാരുണ്യത്തിന്റെ അമ്മയെ ഇന്ത്യ പത്മശ്രീയും ഭാരതരത്നയും നൽകി ആദരിച്ചു. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചു. 1910 മദർ തെരേസ ജനിച്ച അതേ വർഷം തന്നെയായിരുന്നു വിളക്കേന്ത്യ വനിത എന്നറിയപ്പെട്ട ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ചരമം. അവിടുന്നങ്ങോട്ട് 8 പതിറ്റാണ്ടുകാലം കാരുണ്യത്തിന്റെ വിളക്കേന്ത്യ വനിത മദർ തെരേസയായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇത്രയധികം കടപ്പെട്ട മറ്റൊരു സ്ത്രീജന്മമില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. മഹാപരിത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.